ഇൻ എ വയലന്റ് നേച്ചർ ഡയറക്ടഡ് ബൈ ക്രിസ് നാഷ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇതിന്റെ മുന്നേ വയലൻസ് ഉള്ള മൂവീസ് കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പടം എനിക്ക് ഇഷ്ടമായി ചോദിച്ചിരുന്നത്, എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഈ സിനിമ. ഒരു മൊണ്ണ പടമാണ്. പക്ഷെ ഇതിത്തെ വയലൻസ്, അതായത് ഈ 1.5 മണിക്കൂറിന്റെ മൂവി ഞാൻ കണ്ടു തീർത്തത് ഒരു 35 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്, അത് ഏകദേശം ഒരു 3/4 മണിക്കൂറിനാണ് ഞാൻ കണ്ടു തീർത്തത്. അങ്ങനെ ഞാൻ ഫോർവേഡ് അടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞൊരു മൊണ്ണ പടമാണ്. പക്ഷെ ഇതിൽ വന്ന് പോയിട്ടുള്ള ഒരു 4-5 വയലൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു യോഗ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ ഇതിത്തെ സ്ലാഷർ, ഇതിത്തെ വില്ലന് വന്നിട്ട് ഒരു കൊല്ലണ ഒരു സീനുണ്ട്. പെണ്ണിനെ മൊത്തത്തിലാണ് മടക്കിയിട്ട് ഒരു പെട്ടിയിൽ വെക്കാൻ പറ്റുന്ന രൂപത്തിലാക്കും. അത് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പം ഈ ഒരു സിനിമ അത് ഇതിന്റെ ഏറ്റവും ബ്രൂട്ടൽ സീൻ അതാണ്. അത് മാത്രമല്ല, ഞാൻ ഹോളിവുഡ് മൂവീസിൽ ഞാൻ കുറെ വയലൻസ് ഉള്ള മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പല വയലൻസ് ഉള്ള മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരൊറ്റ സീന് എന്താ പറയാ, ഹോളിവുഡിൽ വെച്ചിട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ബ്രൂട്ടൽ സീനാണ് ആ ഒരു സീന്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം, ഈ സിനിമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇത് വില്ലന് സ്പീഡില്ല, നടക്കുള്ളൂ, ഓടൂല. മനസ്സിലായില്ലേ? ഇങ്ങനെ നടക്കുക. അപ്പൊ ലോജിക്കില്ല. അപ്പൊ നടന്നിട്ട് ഇങ്ങനെ കൊല്ലാൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കും ഇതിൽ വന്ന് ഈ ആകെ പറഞ്ഞ വിക്ടിംസ് മൊണ്ണാളാണെന്ന് വിചാരിക്കും. കാരണം വണ്ടിയിൽ തന്നെ പോയാൽ പോരാ, പ്രശ്നം തീർന്നില്ലേ? ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ലോജിക്കിന്റെ ഒരു പ്രശ്നം. ഇപ്പൊ ഇതിനു മുന്നേ നമ്മൾ ടെറിഫയർ ഒക്കെ കാണുന്ന സമയത്തൊക്കെ വിക്ടിംസിനൊക്കെ ഒന്നും അങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പൊ ഹ്യൂമൻ സെന്റിപ്പീഡ് ആണെന്നുണ്ടെങ്കിലും റോങ് ടേൺ ആണെങ്കിലും എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സംഭവം ഇല്ല. രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പക്ഷെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഇവരൊക്കെ മൊണ്ണാളാണെന്നാണ് ഫീൽ ചെയ്യണത്. മനസ്സിലായില്ല? പക്ഷെ അതിലൊരു പെണ്ണിന്റെ ബുദ്ധി ഉണ്ട്, അത് അവള് രക്ഷപ്പെടുകയും ചെയ്യും. അത് പോട്ടെ, അത് ഇതേപോലെ തന്നെ വണ്ടി കയറി പോകണമാണ്. അത് അതിന് ചെയ്താൽ പോലെ എത്ര ബുദ്ധി ഇല്ലേ, വലിയ ആളാവുന്ന നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ സിനിമ ടെക്നിക്കലി കിട്ടുവാണ്. ടെക്നിക്കലി ഇൻ ദി സെൻസ്, ഞാൻ ഇതിന്റെ ഷോട്ടോ കാര്യങ്ങളല്ല, ഇതിന്റെ മേക്കപ്പ്, അതേപോലെ തന്നെ ഇതിന്റെ വയലൻസ് വരുന്ന സമയത്ത് ഒക്കെ ഇവർ ഈ മേക്കപ്പിന്റെ കളികൾ വരും. അപ്പൊ ഇവര് ഈ ഇതും ഈ മേക്കപ്പ് ഇതിന്റെ ആർട്ടും ഒക്കെ കിട്ടുവാണ്. പക്ഷെ ഇത് ഡയറക്ഷന് ഒരു ആവറേജ് രീതിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സിനിമ ഇങ്ങനെ ഒരു POV എന്ന് പറയില്ല നമ്മളിപ്പോ, എന്താ പറയാ, ഒരു ആ വില്ലന്റെ വില്ലൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങനെ ചില സമയത്ത് ക്യാമറ അങ്ങനെ നടന്നു പോകണം. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാവും ഇതൊരു മൊണ്ണ സ്പീഡാണെന്ന്. സിനിമക്ക് ഞാൻ പറഞ്ഞത് സ്ലോ പേസ് വരെ എനിക്ക് ഓക്കെയാണ്. അത് കടന്നിട്ട് ഒരു മൊണ്ണ രീതിയിൽ ഇങ്ങനെ പോകും. അതിങ്ങനെ പോവുക, ഒരു എത്ര ഫോർവേഡ് അടിച്ചിട്ട് ഫോർവേഡ് ആവാത്ത പോലെ തോന്നും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വയലൻസ് ഉണ്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതിപ്പോ എനിക്ക് വയലൻസ് 2 ഉണ്ടോ 3 ഉണ്ടോ, അത് ഒരു വയലൻസ് ആണ് സിനിമയിലുള്ളത് നോക്കി. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടോ വയലൻസ് ഉള്ള മൂവി ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ നോക്കിയിട്ടല്ല ഞാൻ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. മനസ്സിലായില്ലേ? കാരണം വയലൻസ് ഉള്ള മൂവീസ് ഞാൻ എത്തിക്കുന്ന പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ട വയലൻസ് ഉള്ള മൂവീസ് ഞാൻ എത്തിക്കുന്നല്ല പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കുട്ടികളൊപ്പം ഫാമിലിനൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സാധനമല്ല. അത് ന്യൂഡ് സീൻസോ അല്ലെങ്കിൽ സെക്ച്വൽ സീൻസോ കാരണമല്ല. അത് ഈ പറഞ്ഞ എന്താ പറയാ, ഭയങ്കര സ്ലാഷർ സംഭവം ഉണ്ടല്ലോ, അടിച്ചിങ്ങനെ വരുത്തണ സംഭവം ഉണ്ടല്ലോ, അത് ഈ ഒരു സിനിമയിലുണ്ട്. മനസ്സിലായില്ല? അപ്പൊ അത് പക്ഷെ അത് ഒന്നെങ്കിലും അത് കൺസിസ്റ്റന്റ് ആക്കണമായിരുന്നു. നല്ല ഐഡിയ ഉള്ള സാധനമായിരുന്നു ഇതിന്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ, നല്ലൊരു ഐഡിയ ആയിരുന്നു. എല്ലാം ഈ ഒരു 4-5 വയലൻസ് എന്നുള്ളത് കൂടുതൽ 15-20 വയലൻസ് അത് കണക്കണമായിരുന്നു. അങ്ങനെ കടക്ക് വരുന്നുണ്ടെങ്കിൽ ആ ബ്രൂട്ടൽ സീന് ഇപ്പൊ ടെറിഫയറിലൊന്നും ഇപ്പൊ ഒരു കഥ ഇല്ല. ഇപ്പൊ ഹ്യൂമൻ സെന്റിപ്പീഡിൽ ഒരു സമയം കഴിഞ്ഞാൽ കഥ ഇല്ല. ഹ്യൂമൻ സെന്റിപ്പീഡ് 1 സ്റ്റക്കാണ് കഥ. പിന്നെ 2 3 സ്ക്രിപ്റ്റ് ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ വയലൻസ് ഉണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഒന്നിങ്ങനെ അത് അങ്ങനെ പോകണം. ഇത് അതും ഇല്ല എന്ന് പറഞ്ഞാൽ നടുവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ വയലൻസ്, കാണിച്ചിട്ടുള്ള വയലൻസ് ഗംഭീര സാധനങ്ങളാണ്. അല്ലാതെ യോഗ ചെയ്യുന്ന പെണ്ണിനെ കൊല്ലത് ഞാൻ പറഞ്ഞ പോലെ കിണ്ണം കാഴ്ച സാധനം. അങ്ങനത്തെ സാധനം ഹോളിവുഡിൽ ഞാൻ വളരെ റയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. കുറെ വയലൻസ് ഉള്ള മൂവീസ് ഞാൻ ഇരുന്ന് കാണുന്ന ആളാണ്. ഹോളിവുഡിൽ മാത്രമല്ല പല ഭാഷകളിൽ ഞാൻ ഇരുന്ന് കാണലുണ്ട്. പക്ഷെ ആ ഒരു സീന് വല്ലാത്തൊരു സീനായിപ്പോയി. അപ്പൊ അങ്ങനത്തെ സീൻസ് വേറെ ഇല്ല. എന്നാലും വയലൻസ് ഉള്ള സീൻസ് തന്നെയാണ്. ബാക്കി 2, 3, 4 വയലൻസ് ഉള്ള, ഞാൻ പറഞ്ഞു പിന്നെ 4-5 വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതപ്പോ നിങ്ങൾ 1.5 മണിക്കൂറിൽ ആകെയുള്ള 4-5 വയലൻസ് ആണ്. വേറെ ഒന്നും ഇല്ല പടത്തില്. മനസ്സിലായി? വേറെ ഒന്നുമില്ല പടത്തില്. ഇങ്ങനെ പോവുക. ആ കാട്ടില് ഈ ആള് നടക്കണതാണ് ഒരു 3/4 മണിക്കൂറോളം. മനസ്സിലായില്ല? അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം സിനിമക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വയലൻസ്, അതായത് 4-5 വയലൻസ് ഇങ്ങനെ ഓടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്നത് അത് കാണാം. അത്രക്കല്ല സാധനം ഇരുന്നത്. അത് വന്നു പോയ വയലൻസ് ഒക്കെ തലകപ്പും തിരിങ്ങനെ പോണൊക്കെ സീനൊക്കെ ഉണ്ട്. അത് വേറെ സീനിലാണ്. വയലൻസ് എന്താന്നുള്ളത് പറഞ്ഞില്ല. ഇപ്പൊ ഒരു പ്രശ്നമാവണ്ട യൂട്യൂബിൽ. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.